ഹായ്, നിങ്ങൾ ആദ്യം ഇതിനകത്ത് സൈനപ്പ് ചെയ്യണം. റെനെക്സ്.in ഇതിനകത്ത് കയറിയിട്ട് സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാനിപ്പോൾ ആൾറെഡി സൈനപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ ഫ്രീ യൂസ് ചെയ്യാം. ഇപ്പോൾ പ്രോ പ്ലാനിൽ നമ്മൾ ഓണം ഓഫറിന് 99 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ സ്റ്റോറിൽ കയറിയിട്ട് ഇതിനകത്ത് ഓണം ഓഫറിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കാർട്ടിൽ ആഡ് ചെയ്യുക. എന്നിട്ട് കാർട്ട് സെലക്ട് ചെയ്യുക. ജസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരെണ്ണം കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലും വരും. പിന്നെ ഓർഡറിനകത്ത് ഇവിടെ വന്ന് കിടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. മൈ കാർഡിനകത്ത് വരിക. ഇവിടെ ഒരു റെഡീം എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പ്രോ പ്ലാനിലോട്ട് മാറും, അപ്ഗ്രേഡ് ആവും. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ശേഷമുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ആൾറെഡി കുറച്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് നിങ്ങളുടെ QR കോഡും അത് കണക്ക് തന്നെ നിങ്ങളുടെ URL എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കവർ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ വരുന്നുണ്ട്. ഈ ഫുൾ നിറഞ്ഞിരിക്കുന്നുണ്ട് കവർ ഫോട്ടോ. ഇതാണ് കവർ ഫോട്ടോ. പിന്നെ ഉള്ളത് ബ്രാൻഡ് ലോഗോ എന്ന് വെച്ചാൽ ആ കവർ ഫോട്ടോ എടുത്ത സ്ഥലത്ത് തന്നെ ചെറിയ നിങ്ങളുടെ ലോഗോ ഒരു പ്ലേസ് ചെയ്തിടാം. അപ്പം ഇത് ഈ സൈസിന് സെറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, PNG ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ ബ്ലൂ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് URL കറക്റ്റ് സെറ്റ് ചെയ്യുക. ആദ്യം URL നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ URL കറക്റ്റ് സെറ്റ് ചെയ്താൽ കറക്റ്റിന് QR കോഡ് ജനറേറ്റ് ആവും. URL കറക്റ്റ് വരും. ഈ കസ്റ്റം ഡൊമൈനൊക്കെ പ്രോ പ്ലാനാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് വേറെ ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കണക്ട് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ മതി, നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് പ്രൊഫൈൽ പിക്ചറാണ്. ഇവിടെ വരുന്ന ഇതുണ്ട്, റൗണ്ടിനകത്ത് വരുന്ന പ്രൊഫൈൽ പിക്ചർ. അത് പിന്നെ നോർമലി ഉള്ളതാണ് ഇതൊക്കെ. ജോബ് ടൈറ്റിൽ, ബിസിനസ് അഡ്രസ്സ്. നിങ്ങൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കാണാനൊക്കെ പറ്റും, ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്താൽ മതി. പിന്നെ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ കുറച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, അതൊക്കെ ഈ പ്രൈമറി ആക്ഷന് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫോൺ നമ്പർ അടിക്കുക, സേവ്, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കലണ്ടർ ആഡ് ചെയ്യുക. ഗൂഗിൾ കലണ്ടർ ലിങ്കൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഗൂഗിൾ കലണ്ടറാണ് ഇവൻ്റ് ആണെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് കലണ്ടർ ഇവൻ്റൊക്കെ ഗൂഗിളിൽ നിന്ന് എടുക്കത്തില്ലേ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൻ്റെ ലിങ്കൊക്കെ കണക്ട് ചെയ്യാം. അതായത് മീറ്റിങ്ങിൻ്റെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോർ ഉണ്ടെങ്കിൽ സ്റ്റോർ ആഡ് ചെയ്യാം. സ്റ്റോറിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരും. പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡറി വരുന്നത് സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ഇപ്പം ആഡ് ചെയ്തില്ല, അതുപോലെ തന്നെയാണ് വരുന്നത് സെക്കൻഡറി ആക്ഷൻ. അടുത്തത് ഫ്യൂച്ചർ കണ്ടൻ്റാണ്. ഫ്യൂച്ചർ കണ്ടൻറ്റ് നമുക്ക് ഇമേജസ്, അതേപോലെ വീഡിയോസ്, ടെക്സ്റ്റ്, കസ്റ്റം ബട്ടൺസ്, പിന്നെ യൂട്യൂബിലെ വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം അറ്റാച്ച് മീഡിയ നോക്കാം. അറ്റാച്ച് മീഡിയയിൽ ഇത് കണ്ടോ, ഇത് പ്രോ പ്ലാനാണ് ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ക്ലൗഡിലോട്ടാണ് സ്റ്റോർ ആവണം, അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആവും. അപ്പോൾ നമുക്ക് പ്രോ പ്ലാനിൽ ലിമിറ്റ് ഉണ്ടാവും ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിന്. പിന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇമേജസ് URL ഉപയോഗിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വേറെ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഈ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇമേജ് ട്രീ എന്നും പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഇതിനകത്ത് ഇപ്പോൾ അവർ അൺലിമിറ്റഡ് ഇമേജ് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു സാമ്പിൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇതിന് ഒരു അക്കൗണ്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഇത് ഡയറക്റ്റ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇമേജ് അവിടെ വിസിബിൾ ആവും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇമേജ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വെബ്സൈറ്റിൽ തന്നെ കൊടുക്കണമെന്നില്ല. അതുപോലെയുള്ള ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ഇതുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രീ ആണ് കേട്ടോ. ഇത് പെയ്ഡ് ആക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ തൽക്കാലം അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ എത്ര ഇമേജ് വേണോ ചെയ്യാം. നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പേയ്മെൻ്റ് ഒന്നും എനേബിൾ ആയിട്ടില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ അത് ഇതുപോലെ അൺലിമിറ്റഡ് നിങ്ങൾക്ക് ഇമേജസ് സ്റ്റോർ ചെയ്യണം. നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ല അതിന്, എങ്ങനെ വേണം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ വർക്കാവും കേട്ടോ. അത് ഫേസ്ബുക്കൊക്കെ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേക്കണം. എക്സ്പയർ ആവും, അതിൻ്റെ ടോക്കൺ എക്സ്പയർ ആകുമ്പോൾ ആ ഇമേജ് പോവും, പിന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇത് തന്നെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ടെക്സ്റ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എഴുതാനുണ്ടെങ്കിൽ ഇത് കണക്ക് വരും. ഇതിൻ്റെ കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ ടൈപ്പും സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ ഇത് ഞാൻ വിട്ടുപോയതാണ്, ഈ സെക്ഷൻ ടൈറ്റിലുണ്ട്. ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അവിടെ ടൈറ്റിൽ ഓരോ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഓരോന്നിനും ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അതുപോലെ കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് ആഡ് പ്രോഡക്റ്റ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇമേജ് തന്നെ ഒന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അവിടെ ഇവിടെ അല്ല, ഇവിടെയാണ് കേട്ടോ. ഇമേജിൻ്റെത് വരണത് അവിടെയാണ്. കണ്ട പ്രോഡക്റ്റ്. ഇതിൻ്റെ ടെക്സ്റ്റ് കളർ മാറ്റാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് കൊടുക്കാം. പിന്നെ നേരത്തെ പറയുന്നതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കൊടുക്കാം. പ്രൈസ്, പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ. ഈ URL അവിടെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ നമ്പർ ചെയ്യാം. അതായത് www.me/ ആ ഒരു ലേബലുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 1 സെക്കൻഡ്. വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ ഇത് ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ വാട്സപ്പിൻ്റെ നമ്പർ ആക്കിയാൽ മതി. +91 ഉൾപ്പെടെ നമ്പർ എന്താണോ അത് ടൈപ്പ് ചെയ്ത് വെച്ച് അടിച്ചാൽ മതി. ടൈപ്പ് ചെയ്ത് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ വാട്സപ്പിലോട്ട് വരും. അപ്പോൾ ചെറിയൊരു പ്രോഡക്റ്റും ഇപ്പോൾ കുറച്ച് പ്രോഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, ലിസ്റ്റ് ഇടാം. അപ്പോൾ അങ്ങനെ ഉള്ള ഉപയോഗമുണ്ട്. പിന്നെ അതിന് ശേഷം iframe എംബഡ് മീഡിയം. അത് ജസ്റ്റ് യൂട്യൂബ് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുണ്ട്. അതിപ്പോൾ iframeന് നമുക്ക് ജസ്റ്റ് URL കോപ്പി പേസ്റ്റ് ചെയ്യുക, iframe എടുക്കുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ വരും. അതേസമയം നമുക്ക് എംബഡ് കോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷെയർ ബട്ടൺ എടുക്കുക, ഈ ജസ്റ്റ് എംബഡ് കോഡ് കോപ്പി എടുക്കുക. ഇവിടെ എടുക്കുക, ജസ്റ്റ് കോപ്പി എടുക്കുക, കോപ്പി. കണ്ടോ, ഇതിപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ, ഒരു ബഗ്സാണ്, അത് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സെക്ഷനിൽ ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴെ വരുന്ന ഈ ലേഔട്ടിനെ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മാപ്പ് ലൊക്കേഷൻ. അതായത് നിങ്ങൾക്ക് മാപ്പ് ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതും ചെറിയ ബഗ്സാണ് കേട്ടോ. അതായത് ഇതിൻ്റെ പ്രിവ്യൂവിൽ തന്നെ ഉള്ളൂ, നമുക്ക് ലൈവ് പ്രിവ്യൂവിൽ കാണാൻ പറ്റും. അതായത് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതുണ്ട്, ഇതുപോലെ നമുക്കിപ്പോൾ ഇത് ലൊക്കേഷൻ ഉണ്ട്, ലൊക്കേഷൻ മാപ്പ് പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് അതിവിടെ ലൈവ് പ്രിവ്യൂവിൽ വരുന്നില്ലെന്നേ ഉള്ളൂ, വർക്കിംഗ് ആണ്. ഓക്കെ, ഇതെടുക്കുന്ന അറിയാമല്ലോ. ഇപ്പോൾ നമുക്കിപ്പം ലൊക്കേഷൻ കൊല്ലം, ലൊക്കേഷൻ ട്രിവാൻഡ്രം അടിക്കുകയാണെന്ന് വെച്ചാൽ മാപ്പ്, ഗൂഗിൾ മാപ്പ്
അപ്പോൾ ഇതാണ് അഡ്രസ്സ് എന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സ് എടുത്തിട്ട് ഇവിടെ ഷെയർ ബട്ടൺ എടുക്കുമ്പോൾ ഇവിടെ എംബഡ് കോഡ് ഉണ്ടാവും കണ്ട. ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ലൈവ് വർക്ക് ആവുന്നുണ്ട് കേട്ടോ, ലൈവ് വർക്ക് ആവുന്നുണ്ട്. ഹായ്, ഈ സാധനം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത മാപ്പ് ലൊക്കേഷൻ, അതായത് മാപ്പ് ലൊക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇതൊരു ലൊക്കേഷനാണെന്ന് വെച്ചോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഇതാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്കിത് ലൊക്കേഷൻ എടുത്തതിന് ശേഷം അവിടെ ഷെയർ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എംബഡ് കോഡ് ഉണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, കോപ്പി എടുക്കുക, അതിവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിവിടെ കാണുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് ചെറിയ ബഗ്സാണ്. ഇപ്പോൾ അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ആ ഒരു കൊടുത്ത മാപ്പ്. നമുക്ക് ഇവിടെ ടൈറ്റിൽ കൊടുത്തു നോക്കി, ഇവിടെ പ്രിവ്യൂ ആയിരുന്നുള്ളൂ. പിന്നെ ഇതേ സാധനം നമുക്ക് ഇവിടെ ഇതിലും ഈ എംബഡ് കോഡിലും വെക്കാം കേട്ടോ. നമുക്ക് അവിടെ കൊടുത്താലും വർക്കാവും. കണ്ടോ, അവിടെ കൊടുത്താലും വർക്കാവും. അതായത് അവിടെ നമുക്ക് യൂട്യൂബിൽ എംബഡ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ അവിടെ നമ്മുടെ മാപ്പിൻ്റെ കോഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വേറെ ഏത് കൊടുത്താലും വർക്കാവും കേട്ടോ. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് റിവ്യൂസ്. അതായത് നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും റിവ്യൂസ് ഉണ്ടെങ്കിൽ, കസ്റ്റമറിൻ്റെ റിവ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ട ഇതാണെങ്കിൽ സ്ലൈഡ് കണക്ക് വരുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ അതായത് ടൈറ്റിൽ എത്ര സ്റ്റാർ തന്ന് ഡീറ്റെയിൽസ്. ഓക്കെ, ഇവിടെ പേര് കൊടുത്താൽ മതി, ആളിൻ്റെ പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് റിവ്യൂസ്, അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ഇംപ്രഷൻ കൂട്ടാൻ വേണ്ടി റിവ്യൂസ് റേറ്റ് നമുക്ക് തന്നെ 5 സ്റ്റാർ ഇട്ട് വെച്ച് ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വരും, സ്ലൈഡ് ഷോനൊക്കെ വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവം. ഇത് നമുക്ക് ലേ ഔട്ട് ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇത് ഫ്രണ്ട് കിടക്കുകയല്ലേ, നിങ്ങൾക്ക് ഈ മൊബൈൽ വ്യൂ ആണ് ഫസ്റ്റ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിക്കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്. ഇതിലിപ്പോൾ വരാത്തതാണ്, ലൈവിലോട്ട് വരുമ്പോഴത്തേക്ക് വരും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സേവ് വന്നോണ്ടോ. കണ്ടോ, വന്നാണ്ടോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയാസ് ഫസ്റ്റ് വന്ന് കോൺടാക്റ്റ് താഴെ വന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ ലേ ഔട്ട്. ഇപ്പം നമുക്ക് കുറച്ച് ലേ ഔട്ടേ ഉള്ളൂ. ഫ്യൂച്ചർ കണ്ടന്റ്, അതായത് ഇപ്പോൾ ഈ ആഡ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതായത് ഫ്യൂച്ചർ കണ്ടന്റ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അത് എന്തൊക്കെ ബഗ്സ് ഉണ്ടായിരുന്നു. ഫ്യൂച്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ കണ്ടന്റ്. അപ്പോൾ അത് മാറ്റുന്ന ലേ ഔട്ടിൻ്റെ വേണ്ടിയുള്ളതാണ് കസ്റ്റമർ മാപ്പ്. ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമുക്ക് കളറുണ്ട്. ഈ ഭാഗത്തെ കളറുണ്ടല്ലോ, ഇവിടെ ഇമേജ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അവിടെ ഇമേജ് കൊടുക്കാത്തവർക്ക് അവിടെ കളർ കൊടുക്കാം. ഓക്കെ, പിന്നെ ബോഡി കളർ. ഇപ്പോൾ നമുക്ക് ബോഡി കളർ, അതായത് ഫുള്ള് മൊത്തത്തിൽ വരുന്ന ബോഡി കളർ. പിന്നെ ബട്ടൻ്റെ കളർ, നമുക്ക് ബട്ടൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാം.
അത്. പിന്നെ ഫീച്ചർ കണ്ടൻ്റാണ് നമ്മളെ പ്രോഡക്റ്റൊക്കെ വരത്തില്ലേ, ഇത് കണ്ടോ, ഇതാണ് ഫീച്ചർ കണ്ടൻറ്റിൻ്റെ ഡയലോണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ട ഒരു ഈ ടെക്സ്റ്റിൽ എന്താ ഒരു ചെറിയ ബഗ്സ് ഉണ്ട് കേട്ടോ, അത് ഫിക്സ് ചെയ്യാം. ഈ ഫീച്ചർ കണ്ടൻറ്റിൻ്റെ ആ പ്രോഡക്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ വരുന്നതാണ്. ഓക്കെ, അതിൻ്റെത്. പിന്നെ ഇതിന് ഈ ടെക്സ്റ്റിൻ്റെ അലൈൻമെൻ്റ് ഉണ്ടല്ലോ, അത് കണ്ടോ, അതായത് ഈ മെയിനായിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് സെൻറ്റർ വേണോ സൈഡ് വേണോ അങ്ങനെയുള്ളതാണ്. അതായത് ഇവിടെ കണ്ടോ, സെൻറ്ററാണ് ബെറ്റർ. അപ്പോൾ അങ്ങനെ അതിൻ്റെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പിന്നെ പ്രൊഫൈൽ അനിമേഷൻ. അതായത് ഇപ്പോൾ ഇവിടുത്തെ അനിമേഷൻ കണ്ടോ, അനിമേഷൻ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പ്രോ പ്ലാനാണ് കേട്ടോ. കുറച്ച് അനിമേഷൻ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈമിൻ്റെ അനിമേഷൻ കുറച്ചുണ്ട്, നൈമിൽ വരുന്ന അനിമേഷൻ അത് പിന്നെ പ്രൈമറി നിങ്ങൾക്ക് ഈ ബട്ടൺ അനിമേഷൻ കൊടുക്കാൻ പറ്റും കണ്ട, അപ്പോൾ അതിൻ്റെ അനിമേഷനെ കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റാണ്. ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റിന് സ്നോ കൊടുക്കാൻ പറ്റും കണ്ടോ, സ്നോ, റെയിൻ കൊടുക്കാൻ പറ്റും, ബബിൾസ്, സ്റ്റാർ, ഫയർ. അപ്പോൾ അതുപോലത്തെ ഉള്ള കുറച്ച് ഇതുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടച്ച്, ഇപ്പോൾ പർപ്പിൾ ഇതുണ്ടോ ഇങ്ങനെ സ്ക്രീനിൽ വരും, ഫ്ലോട്ടിങ്. ഈ ഇതിൽ വരുന്നതല്ല കേട്ടോ, ലൈവ് വെബ്സൈറ്റിൽ വരും കേട്ടോ. ലൈവിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഓട്ടിച്ച് പറയണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ നോക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് ഒരു ആനിവേഴ്സറി ഉണ്ടല്ലോ, അതിൻ്റെ ഇതിന് ആ ടൈമിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആനിവേഴ്സറിയുടെ അന്നത്തെ ഡേയിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ആനിവേഴ്സറിയുടെ ഇതുണ്ടല്ലോ, ഈ എഫക്റ്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക് വരും. ഇത് നിങ്ങൾക്ക് ഇവിടെ വേണം മാറ്റാം. ഈ എഫക്റ്റ് ആയിരിക്കും വരുന്നത് ഇവിടെ. പിന്നെ അതാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ഉണ്ടെങ്കിൽ മ്യൂസിക് URL കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ടൈമിൽ പാട്ട് കേൾക്കും. ഓക്കെ, അതിന് സെറ്റ് ചെയ്യാം. ഇതൊക്കെ പ്രോ പ്ലാനാണ് കേട്ടോ. പിന്നെ നോർമലി ഉള്ളത് SEO, ബ്രാൻഡിങ്, പിന്നെ ഒരു ബാഡ്ജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, വെരിഫൈഡ് ആണോ ഇല്ലെന്ന്. ഇപ്പോൾ ബാഡ്ജ് കണ്ടോ, ഇതിനകത്ത് ബാഡ്ജ്, ആ ബാഡ്ജിൻ്റെ കളർ മാറ്റാൻ പറ്റും. പിന്നെ പിന്നെ നിങ്ങൾ സെർച്ച് എഞ്ചിൻ്റെ ഒക്കെയാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ നോക്കാവുന്നേ ഉള്ളൂ. മെറ്റ ഡാറ്റ അനാലിസിസ്, ട്രാക്കിങ്, പിന്നെ ഫേസ്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ട്രാക്കിങ്, പിന്നെ ഫൂട്ടർ ഇതുണ്ടല്ലോ, ഈ ക്രെഡിറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റാം. പിന്നെ ഫേവ് ഐക്കൺ, കസ്റ്റം ഷെയർ ഇമേജ്, കസ്റ്റം ബുക്ക് മാർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും നോക്കാവുന്നതാണ് കേട്ടോ. ചെറിയൊരു മിനി വെബ്സൈറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരും. ഓക്കെ.